ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക മൂവി കാണാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. ഈ ഒരു മൂവി ഇറങ്ങാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ്. മമ്മൂട്ടിയുടെ അത്രയും ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ. അത്രയും കിടിലൻ ലുക്കാണിതിൽ. അപ്പോൾ നമ്മൾ മാൾസ് തിയേറ്ററിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ പിന്നെ മമ്മൂട്ടി ഫാൻസ് ആയ കാരണം എൻ്റെയൊക്കെ മമ്മൂട്ടിയുടെ ഏതൊരു മൂവി ഇറങ്ങിയാലും അത് ഫസ്റ്റ് ഡേ മാക്സിമം ഞങ്ങൾ കാണാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ തന്നെ പോയി കണ്ടു. നമ്മൾ മാൾസിലാണ് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താപ്പം ഞാൻ പറയുക, മമ്മൂട്ടിയുടെ ഒരു ഭയങ്കര എൻട്രിയാണ് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മമ്മൂട്ടിയുടെ ആ ഒരു ലുക്കും ഭയങ്കര മാസ് ലുക്കാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും സ്റ്റൈലിഷായിട്ട് മമ്മൂട്ടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക കാര്യം തന്നെയാണ് പറയേണ്ടത്. നല്ല സ്റ്റൈലായിട്ടുണ്ട് മമ്മൂട്ടിനെ എത്രത്തോളം സ്റ്റൈലാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രയും സ്റ്റൈലിൽ നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിനെ ഇത്രയും സ്റ്റൈലായി കാണിക്കാൻ വേണ്ടി എടുത്തൊരു മൂവിയാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസും എല്ലാം കിഡുമായിരുന്നു കേട്ടോ. പിന്നെ മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. അതിന് എക്സ്ട്രാ ഹൈപ്പ് കൊടുക്കാനുള്ളൊരു മൂവിയൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ നേരെ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ 6 മണിക്കുള്ള ഷോക്കാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ നെഹദി മന്തിയിലോട്ടാണ് എടുത്തത്. അവിടെ പോയിട്ട് എൻ്റെ ഫേവററ്റ് ഹണി അൽഫാം മന്തി അത് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നൈറ്റിൽ വൈബിൽ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവണ്ടേ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് കർമ്മയിലോട്ടാണ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകും വഴി നമ്മൾ കർമ്മ വഴിയാണ് പോയത്. കർമ്മ നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമല്ലേ കർമ്മ. സൂപ്പറാണ്. ഇവിടെ 12 മണി വരെയും നല്ല തിരക്കായിരിക്കും, നല്ല വൈബായിരിക്കും. നൈറ്റിൽ നമുക്ക് ഉറക്കൊന്നും വന്നില്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് അടിപൊളി ഫുഡുകളൊക്കെ കഴിക്കും. പിന്നെ ഇവിടുത്തെ എൻ്റെ ഫേവററ്റ് സ്പോട്ടായ കൊക്കോയിൽ ഞങ്ങൾ പോയി. കൊക്കോയിൽ പോയിട്ട് എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും ഇഷ്ടപ്പെട്ട ഫേവററ്റ് ഐറ്റം സ്ട്രോബെറിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റിൽ, ബെൽജിയം ചോക്ലേറ്റിൽ നമുക്ക് മിക്സാക്കി തരും. നല്ല ടേസ്റ്റാണ്. ഭയങ്കര, ഞാനതിൻ്റെ ഒരു അഡിക്റ്റായി മാറിയെന്ന് വേണമെങ്കിൽ. അപ്പോൾ ഈ വഴി പോകുമ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കയറാണ്ടിരിക്കാറില്ല. അത് ഇതാണ് കേട്ടോ ഐറ്റം. നല്ല സൂപ്പർ ഐറ്റമാണ്. അങ്ങനെ ബാക്കിയുള്ളത് വീട്ടിലും കൊണ്ടുവന്ന് ഞാനങ്ങനെ സ്വസ്ഥമായി കഴിച്ചിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ബസൂക്ക കാണാത്തവരെല്ലാവരും പോയി കാണാം. കിഡ് മൂവിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിന് ഇത് എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, ടാറ്റാ.